ഡിയർ സ്റ്റുഡൻസ്, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പ്രോബ്ലംസും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why does the cord of an electric heater not glow while the heating element does? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രിക് ഹീറ്ററിന്റെ ഹീറ്റിംഗ് എലമെന്റ് ഒരു നിക്രോം കോയിലാണ്. ഇതിലേക്ക് കറണ്ട് സപ്ലൈയിൽ നിന്ന് എടുക്കുന്ന വയർ, അതാണ് കോഡ് എന്ന് പറയുന്നത്. ഈ കോഡ് വയർ ഗ്ലോ ചെയ്യുന്നില്ല, എന്നാൽ ഈ കോയില് റെഡ് കളറിലാവും, ഗ്ലോ ചെയ്യും. അതിന് കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഗ്ലോ ചെയ്യാൻ കാരണം ഹീറ്റാണ്. According to Joule's law of heating, heat developed in a conductor H is equal to I square RT. ഇതാണ് ജൂൾസ് ലോ പറയുന്നത്. ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന ഹീറ്റ് H is equal to I square RT. കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും ഈ ഹീറ്റ്, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കറിയാം ഈ കോഡിലൂടെ വരുന്ന അതേ കറണ്ട് തന്നെയാണ് ഹീറ്റിംഗ് എലമെന്റിലൂടെയും പോകുന്നത്. അപ്പോൾ കറണ്ടിന് വ്യത്യാസമൊന്നുമില്ല, അപ്പോൾ കറണ്ട് സെയിം ആണ്. പിന്നെ ടൈം, ഈ കോഡിലൂടെ എത്ര ടൈം കറണ്ട് ഫ്ലോ ചെയ്യുമോ അതേ ടൈം തന്നെയാണ് ഈ കോയിലൂടെയും പോകുന്നത്, അപ്പോൾ ടൈമിനും വ്യത്യാസമില്ല. ഇനി അടുത്ത ആളാണ് റെസിസ്റ്റൻസ്. നമുക്കറിയാം ഈ നിക്രോം കോയിലിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്, എന്നാൽ ഇത് ഉപയോഗിക്കുന്നത് ഈ കോഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പർ വയറാണ്. കോപ്പറിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഒക്കെ കുറവാണ്. അതുകൊണ്ട് ഈ കോഡിന്റെ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കുറച്ച് ഹീറ്റ് അതിൽ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. അതുകൊണ്ട് ആ കോഡ് ഗ്ലോ ചെയ്യുന്നില്ല. എന്നാൽ ഹീറ്റിംഗ് എലമെന്റ്, ഈ ഹീറ്റിംഗ് എലമെന്റ് നിക്രോമിന്റെ ഒരു കോയിലാണ്. ഈ കോയിലിൽ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ഹീറ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് കോയില് ഗ്ലോ ചെയ്യും, എന്നാൽ കോഡ് വയർ ഗ്ലോ ചെയ്യുന്നത്. അതിന്റെ റീസൺ ഇതാണ്: റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഹീറ്റിംഗ് എലമെന്റ് ഈസ് ടു ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി കോഡ്. Hence, more heat is produced in this heating element and hence it glows. Then our next question, compute the heat generated while transferring 96,000 coulomb of charge in 1 hour through a potential difference of 50 volt. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിലൂടെ 1 മണിക്കൂർ കൊണ്ട് 1 അവർ കൊണ്ട് 96,000 കൂളോം ചാർജ് ഫ്ലോ ചെയ്തു. ഇതിനു വേണ്ടി നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് 50 വോൾട്ട്. ഇതിനെ ക്രോസ് ആയിട്ട് കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് 50 വോൾട്ടാണ്. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ദിസ് കണ്ടക്ടർ. എത്ര ഹീറ്റ് ഇതിൽ ഡെവലപ്പ് ചെയ്യും, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ചാർജ് Q is equal to 96,000 coulomb. Then applied potential difference V is equal to 50 volt. Then time T is equal to 1 hour. Then we have to convert it into SI unit, second. Then 1 hour is equal to 3600 second. Then the equation of heat H is equal to I square RT. അപ്പോൾ ഈ ഇക്വേഷനിൽ കറണ്ട് നമ്മുടെ കയ്യിലില്ല, റെസിസ്റ്റൻസ് ഇല്ല, ടൈം ഉണ്ട്. നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിൽ നമ്മൾ ഒരു ഇക്വേഷൻ കൂടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. H is equal to VIT. H is equal to VIT. ആ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പം ജൂൾസ് ലോയുടെ പ്രൂഫിന്റെ വീഡിയോ നിങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്യുക. അതിൽ ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ ഉണ്ട്. H is equal to VIT. Then here V is equal to 50 volt. Time 3600 second. But we have to find out current I. What is current? Current I is equal to charge by time. Charge by time on current. Then here charge 96,000 divided by time 3600 seconds. തൽക്കാലം നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത്രയും ആംബിയർ ആണ് ഇവിടെ കൂടെ ഫ്ലോ ചെയ്ത കറണ്ട്. ദെൻ ഹീറ്റ് ഡെവലപ്ഡ് H is equal to V8. Then V എന്ന് പറയുന്നത് എന്താണ്? 50 വോൾട്ട്.
ഇൻറ്റു കറണ്ടായി ഇത് ഫുൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കറണ്ടായി 96,000 ഡിവൈഡഡ് ബൈ 3,600 ഇൻറ്റു ടൈം 3,600. ഇവിടെ നമ്മൾ ഈ 3,600-ഉം 3,600-ഉം തമ്മിൽ ക്യാൻസൽ ആയി. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 96,000. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്താൽ 48,000,000 ജൂൾ, 48 lakh ജൂൾ. ഇത്രയും ഹീറ്റാണ് ഡെവലപ്പ് ചെയ്യുന്നത്. Next question, an electric refrigerator rated 400 watts operates 8 hours per day. What is the cost of the energy to operate it for 30 days at rupees 3 per kilowatt hour? നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു റെഫ്രിജറേറ്റർ, ഇതിൻ്റെ പവർ 400 വാട്ട്സ് ആണ്. ഇത് ഒരു ദിവസം 8 hours വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 ഡേയ്സിൽ ഇത് കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ റേറ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ 1 കിലോവാട്ട് അവറിൻ്റെ എനർജി റേറ്റ് 3 rupees ആണെന്നും ക്വസ്റ്റ്യനകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരും അല്ലേ? അപ്പോൾ നമ്മുടെ ഡിവൈസുകൾ, വീട്ടിലുള്ള ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്ന എനർജിയുടെ ബില്ലാണ് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് വരുന്നത്. അപ്പം ഈ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെയാണ് ഇത്. നോക്കാം. അതായത് നമ്മൾ കിലോ വാട്ട് അവറിലാണ് എനർജി കണ്ടുപിടിക്കുന്നത്. അപ്പം കിലോ വാട്ട് അവറിൽ എനർജി കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. എനർജി ഇൻ കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവറിലുള്ള എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. എന്താണ് കിലോ വാട്ട്? കിലോ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? 1000 watts ആണ് കിലോ വാട്ട്. അപ്പം വാട്ടിനെ കിലോ വാട്ട് ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ പവർ ഇൻ വാട്ട് ബൈ 1000 അല്ലേ? അപ്പോൾ ഇത് നോക്കിയാൽ മതി. കിലോ വാട്ട് ആണ് എഴുതിയിരിക്കുന്നത്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ പവർ ഇൻ വാട്ട് ബൈ 1000 ഇൻറ്റു അവർ, ടൈം ഇൻ അവർ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിലോ വാട്ട് അവറിലുള്ള എനർജി പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ റെഫ്രിജറേറ്ററിന്റെ പവർ ഇൻ വാട്ട് ഈസ് ഈക്വൽ ടു 400. ഇനി ഈ റെഫ്രിജറേറ്റർ ഒരു ദിവസം എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്? 8 hours. ടൈം ഇൻ അവർ 8. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന എനർജി കൺസ്യൂംഡ് പെർ ഡേ, ഒരു ദിവസം എനർജി കൺസ്യൂം ചെയ്യുന്ന എത്രയാണ്? ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ പവർ ഇൻ വാട്ട് 400 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ടൈം ഇൻ അവർ 8. 4 ഇൻറ്റു 2 zeros ക്യാൻസൽ ആയി. 4 ഇൻറ്റു 8 32 ഡിവൈഡഡ് ബൈ 10. ദറ്റ് ഈസ് ഈക്വൽ ടു 3.2 കിലോ വാട്ട് അവർ. ദാറ്റ് ഈസ് ദി എനർജി കൺസ്യൂംഡ് ഇൻ എ ഡേ. ഒരു ദിവസം കൺസ്യൂം ചെയ്ത എനർജിയാണ് 3.2 കിലോ വാട്ട് അവർ. അങ്ങനെയാണെങ്കിൽ ഈ 30 ഡേയ്സിൽ എത്ര എനർജി കൺസ്യൂം ചെയ്ത് കാണും? ഇൻറ്റു 30 എന്ന് ചെയ്താൽ മതി. ദെൻ ഫോർ 30 days 30 into 3.2 30 into 3.2 then 6 9 96 kilowatt hour. ഇതാണ് 30 ഡേയ്സിൽ കൺസ്യൂം ചെയ്ത്, ഒരു മന്ത് അല്ലെങ്കിൽ 30 ഡേയ്സിൽ കൺസ്യൂം ചെയ്ത എനർജിയാണ് 96 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 കിലോ വാട്ട് അവറിന്റെ എനർജി റേറ്റ് 3 റുപ്പീസ് എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 3 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കിലോ വാട്ട് അവർ എനർജിക്ക് എത്ര റേറ്റ് കാണും? ഇൻറ്റു 3 എന്ന് ചെയ്താൽ മതി. ദെൻ ദി എനർജി കോസ്റ്റ് ഫോർ 30 days. Then 3 into 96 is equal rupees 288. അങ്ങനെയാണെങ്കിൽ 30 ദിവസം ഉള്ള എനർജിയുടെ കോസ്റ്റ് 288 ആയിരിക്കും. അപ്പം ഇതേ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ഡിവൈസുകളുടെയൊക്കെ എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഇലക്ട്രിക് ബൾബ് ഉണ്ട്, അതിൻ്റെ പവർ 10 വാട്ട്സ് ആണെന്ന് വെക്കുക. ഈ 10 വാട്ട്സ് ഉള്ള ഇലക്ട്രിക് ബൾബ് 8 അവേഴ്സ് ഒരു ദിവസം വർക്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കിലോ വാട്ട് അവർ എനർജി കൺസ്യൂം ചെയ്യും? ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. പവർ ഓഫ് യുവർ ബൾബ് 10 വാട്ട്സ് ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ടൈം ഇൻ അവർ 8 അവർ. ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിലൊരു ഇലക്ട്രിക് ഫാൻ ഉണ്ട്, ഇലക്ട്രിക് ഫാനിൻ്റെ പവർ 80 വാട്ട്സ് ആണെന്ന് വെക്കുക. ഈ 80 വാട്ട്സ് ഉള്ള ഇലക്ട്രിക് ഫാൻ നിങ്ങൾ ഒരു ദിവസം 10 അവേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കുന്നു. എത്ര എനർജി കൺസ്യൂം ചെയ്യും? ദെൻ പവർ ഓഫ് യുവർ ഇലക്ട്രിക് ഫാൻ 80 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു എത്ര ടൈമാണ് വർക്ക് ചെയ്ത്? 10 അവേഴ്സ് ഇൻറ്റു 10 എന്ന് ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളുടെയും എനർജി കൺസംഷൻ കണ്ടുപിടിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ഇരിക്കുമ്പോൾ കിട്ടുന്ന എനർജി ബില്ലുമായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന എനർജിയിൽ കൂടുതലാണോ ബില്ലിൽ വരുന്നതെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിറ്റർമിൻസ് ദി റേറ്റ് അറ്റ് വിച്ച് എനർജി കൺസ്യൂംഡ്? എന്താണ് റേറ്റ് ഓഫ് എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ? ഒരു സെക്കൻഡിൽ എത്ര എനർജി ഒരു ഡിവൈസ് കൺസ്യൂം ചെയ്യും, അതിനെയല്ലേ നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് എനർജി കൺസ്യൂംഡ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് പവറാണ്. അപ്പോൾ ആൻസർ പവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രിക് മോട്ടോർ ടേക്സ് 5 ആംപിയർ ഫ്രം എ 220 വോൾട്ട് ലൈൻ. Determine the power of the motor and the energy consumed in 2 hours. ഒരു ഇലക്ട്രിക് മോട്ടോർ നമ്മൾ ഇതിനെ ഒരു 220 വോൾട്ടുള്ള ഒരു ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇത് ഡ്രോൺ ചെയ്ത കറണ്ട് 5 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ഇത് 2 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര എനർജി കൺസ്യൂം ചെയ്ത് കാണും? അതുപോലെ തന്നെ ഇതിൻ്റെ പവർ എത്ര? ഇത് രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to 220 വോൾട്ട്, കറണ്ട് I is equal to 5 ആംപിയർ, ദെൻ ടൈം T is equal to 2 hours. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് നോക്കാം. Then power P is equal to equation V into I. വോൾട്ടേജും കറണ്ടൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പവർ കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ വോൾട്ടേജും ഉണ്ട് കറണ്ടും ഉണ്ട്, രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പവർ കിട്ടും. ദെൻ വോൾട്ടേജ് 220 into current I 5 ആംപിയർ. Then 110, then 0 watts. 1100 watts. That is the power of this electric motor. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് മോട്ടോറിന്റെ പവർ. Then we have to find out the energy consumed by this electric motor in 2 hours. 2 മണിക്കൂർ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ എത്ര ഇലക്ട്രിക് എനർജി ഇത് കൺസ്യൂം ചെയ്യും? നമുക്ക് ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇൻ കിലോ വാട്ട് അവർ തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തതാണ്. എനർജി consumed in kilowatt hour. Equation power in watt by 1000 into time in hour. Power in watt by 1000 into time in hour. Then here power in watts 1100 divided by 1000 into time in hour 2 hour into 2. Then 2 zeros cancel.
then 11 into 2, 22 divided by 10 is equal to 2.2 kilowatt hour. അപ്പോൾ ഈ ഇലക്ട്രിക് മോട്ടോർ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ ഇത് കൺസ്യൂം ചെയ്യുന്ന എനർജി 2.2 കിലോവാട്ട് അവർ. 2.2 കിലോവാട്ട് അവർ. നമുക്കിനി അടുത്തതായി നോക്കാനുള്ളത് എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എക്സസൈസിലെ 2 ക്വസ്റ്റ്യനൂടെ നമുക്ക് ഈ വീഡിയോയ്ക്കകത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A piece of wire of resistance capital R is cut into 5 equal parts. These parts are then connected in parallel. If the equivalent resistance of this combination is R dash, then the ratio of R by R dash is dash. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്യാപിറ്റൽ ആർ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ, ദെൻ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ. നമ്മൾ ഇതിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. ദെൻ 5 ഈക്വൽ പാർട്സ് 1 2 3 4 5 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ ആർ ഓം റെസിസ്റ്റൻസ് ഉള്ള വയറിനെ നിങ്ങൾ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്താൽ ഓരോ പാർട്ടിലും എത്ര റെസിസ്റ്റൻസ് കാണും? അതായത് ഓരോ പാർട്ടിലുള്ള റെസിസ്റ്റൻസ് R/5 വരും. R/5 ഇപ്പോൾ 10 ഓം ഉള്ള ഒരു റെസിസ്റ്റൻസ് വയർ, അതിനെ നിങ്ങൾ 5 പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു, ഡിവൈഡ് ബൈ 5. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിലും എത്ര റെസിസ്റ്റൻസ് കാണും? 10/5 കാണും. എന്ന് പറഞ്ഞാൽ 10/5 2 2 2 2 2 2 ഇങ്ങനെ 5 റെസിസ്റ്റൻസ് കാണും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണ്. അതുകൊണ്ട് 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിന്റെ റെസിസ്റ്റൻസ് R/5 ആയിരിക്കും. ഇനി നമ്മൾ ചെയ്തത് എന്താണെന്നറിയോ? ഈ മുറിച്ചവരെ എല്ലാം കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തു. ഈ മുറിച്ച വയറുകളെ എല്ലാം കൂടെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു. എല്ലാവരും R/5 ആണ്. R/5 ഇവരെ എല്ലാവരും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഈക്വലിന്റെ റെസിസ്റ്റൻസ് ആണ് R ഡാഷ്. അങ്ങനെയാണെങ്കിൽ R/R ഡാഷ് ഇതിന്റെ റേഷ്യോ എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റെസിസ്റ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ ഒരു ഇക്വേഷൻ ലാസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അതായത് കുറേ റെസിസ്റ്റേഴ്സ് എല്ലാവർക്കും സെയിം റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ RP is equal to R/N എന്ന ഒരു ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. എന്നാൽ ഇവിടെ പാരലായിട്ട് കിട്ടുന്ന റെസിസ്റ്റൻസ് RP എന്നല്ല R ഡാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് R dash is equal to R/N എന്ന് എഴുതാം. R dash is equal to R/N or RP is equal to R dash is equal to R/N. ഇനി ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ആണ് ഈ RE ഇക്വേഷനിൽ. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് R/5 അല്ലേ? അപ്പോൾ R/5 ഡിവൈഡ് ബൈ എങ്ങനെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ദെൻ N നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് 5. ദെൻ 5 into 5 25. ദെൻ R/25. ഇതാണ് R ഡാഷ്. ഈ 5 പേരെയും പാരലായിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന റെസിസ്റ്റൻസ് അതാണ് R/25. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട R/R ഡാഷ് ആണ്. ദെൻ ദി റേഷ്യോ R/R ഡാഷ് ഇസ് ഈക്വൽ ടു R എന്താണ്? നമുക്ക് ആദ്യം തന്ന വയറില്ലേ, മുറിക്കാത്ത വയർ, ആ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ. ദെൻ R ഡിവൈഡ് ബൈ R ഡാഷ് എന്ന് പറഞ്ഞത് R/25. 6 ക്യാൻസൽ ആയി. 25 ന്യൂമറേറ്റർ വരും. 25 അപ്പോൾ 25 എന്ന് എഴുതാം, അല്ലെങ്കിൽ 25:1 എന്ന് എഴുതാം. അപ്പം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric bulb is rated 220 volt and 100 watt. When it is operated on 110 volt, the power consumed will be dash. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇലക്ട്രിക് ബൾബിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ് 220 വോൾട്ട് 100 വാട്ട്സ്. നമ്മളെപ്പോഴും ഈ പവറിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു പവറിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ഡിവൈസിന്റെ പവറിനെ കുറിച്ച് പറയുമ്പോൾ അത് ഏത് വോൾട്ടേജിലെ പവർ ആണെന്നും കൂടെ മെൻഷൻ ചെയ്താലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ?
പൊട്ടൻഷ്യൽ ഡിഫറൻസിനനുസരിച്ചാണ് ഒരു ഡിവൈസ് പവർ കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാളെ ജോലിക്ക് വിളിക്കുമ്പോൾ പറയുന്നു നല്ല പോലെ ജോലി ചെയ്യും, രാവിലെ 8 തൊട്ട് വൈകിട്ട് 8 മണി വരെ ഇദ്ദേഹം വർക്ക് ചെയ്യും. പക്ഷേ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം. ഇനി ഇയാൾ നമ്മുടെ അടുത്ത് ജോലിക്ക് വന്നു, പക്ഷേ നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇയാളുടെ പവറും കുറയും, ഇയാൾ ജോലി ചെയ്യുന്ന ആ സമയവും കുറയും. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ 100 വാട്ട്സ് പവർ ഉള്ള ഒരു ഡിവൈസ് എന്ന് നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വോൾട്ട് കൊടുത്താലാണ് ഈ 100 വാട്ട്സ് പവർ അതിനുള്ളതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ഡിവൈസിന്റെ പവർ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം അതിന്റെ വോൾട്ടേജും കൂടെ കൊടുത്തിരിക്കണം. കാരണം ആ വോൾട്ടേജ് കൊടുക്കുമ്പോഴായിരിക്കും ഇത്രയും പവർ ആ ഡിവൈസ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ട്രിക് ബൾബിന്റെ കേസിൽ ഇതിന്റെ പവർ 100 വാട്ട്സ് ആണ്. വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ 220 വോൾട്ട് സോഴ്സ്. 220 വോൾട്ട് കൊടുത്താൽ 100 വാട്ട്സ് ഇതിന് പവർ കാണും. അപ്പം വോൾട്ടേജ് കുറച്ചാൽ പവറും കുറയും അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ജോലിക്ക് വന്നാൾക്ക് ഭക്ഷണം കുറച്ച് കൊടുത്താൽ അയാൾ ചെയ്യുന്ന വർക്കും അതുപോലെ കുറയും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേസ് ഇതാണ്. 220 വോൾട്ടിൽ 100 വാട്ട്സ് പവർ ഉള്ള ഒരു ഡിവൈസ്. ഈ ഡിവൈസിന് 110 വോൾട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ 220യുടെ പകുതി കൊടുത്താൽ എത്ര പവർ കൺസ്യൂം ചെയ്യും? ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഇത് വേണമെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാവുന്നേ ഉള്ളൂ. എന്നാലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതിനെ 2 കേസായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ കേസ് 1. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് V is equal to 220 വോൾട്ട്. ദെൻ പവർ P is equal to 100 വാട്ട്സ്. ആദ്യം നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, ഈ ബൾബിന്റെ റെസിസ്റ്റൻസ്. ദെൻ പവർ P is equal to V²/R എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ റെസിസ്റ്റൻസ് R is equal to V²/P എന്ന് നമുക്ക് എഴുതാം. V²/P. V എന്ന് പറയുന്നത് 220 വോൾട്ട് the whole square divided by power P is equal to 100 watts. Then ഇത് നമ്മൾ സോൾവ് ചെയ്താൽ 484 ഓം എന്ന് കിട്ടും. ഇതാണ് ഈ ബൾബിന്റെ റെസിസ്റ്റൻസ് 484 ഓം. Then കേസ് 2. രണ്ടാമത്തെ കേസിൽ ഈ ബൾബിനെ നമ്മൾ ഒരു 110 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ബൾബ് തന്നെയാണ് അവിടെയും കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇവിടുത്തെ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും അവിടെയും. ദെൻ റെസിസ്റ്റൻസ് 484 ഓം. അതിന് ചേഞ്ച് ഇല്ല. ഈ വയറിന്റെ ഈ ബൾബിന്റെ റെസിസ്റ്റൻസിന് ചേഞ്ച് ഇല്ല. ഈ ബൾബ് തന്നെയാണ് അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് റെസിസ്റ്റൻസ് 484 ഓം. ദെൻ ഹിയർ റെസിസ്റ്റൻസ് R is equal to 484 ഓം. ദെൻ വോൾട്ടേജ് V is equal to 110 വോൾട്ട്. അങ്ങനെയാകുമ്പോൾ ഇത് കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ പവർ P is equal to, ഈ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പവർ P is equal to V²/R. ദെൻ V 110 സ്ക്വയർ ഡിവൈഡഡ് ബൈ R 484. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 25 വാട്ട്സ് എന്ന് കിട്ടും. 25 വാട്ട്സ്. അപ്പോൾ നമ്മൾ നോക്കുക, 100 വാട്ട്സ് പവർ ഉള്ള ഒരു ഡിവൈസ് ആയിരുന്നു. വോൾട്ടേജ് പകുതിയാക്കി. അപ്പോൾ പവർ എത്രയായിട്ട് കുറഞ്ഞു? 25 വാട്ട്സ് ആയിട്ട് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഹാഫ് ആയാൽ പവർ 4 ടൈംസ് ആണ് കുറയുന്നത്. 100 ഡിവൈഡഡ് ബൈ 4 ആണ് 25. അപ്പോൾ അതിന് കാരണം എന്താണ്? കാരണം പവർ P is equal to V²/R എന്നാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ സ്ക്വയറിനനുസരിച്ചാണ് പവർ ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഡിവൈസിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കൊടുക്കുന്നതിന് പകരം അതിന്റെ പകുതി വോൾട്ടേജ് കൊടുത്താൽ പവർ ഹാഫിന്റെ ഡബിൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/4 ആവും. അതുകൊണ്ട് 4 ടൈംസ് കുറയും. അതുകൊണ്ട് ഒരു ഡിവൈസ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ വോൾട്ടേജ് ഒക്കെ ഡിമ്മായി കഴിയുമ്പോൾ നമ്മുടെ ഫാനിൻ്റെ ഒക്കെ കറക്കം കുറയും. കാരണം അത് കൺസ്യൂം ചെയ്യുന്ന പവറും കുറയും. കാരണം 80 വാട്ട്സ് ഉള്ള ഒരു ഫാനിൽ നമ്മൾ 230 വോൾട്ട് അല്ലെങ്കിൽ 220 വോൾട്ട് കൊടുക്കുമ്പോഴാണ് ഇത് 80 വാട്ട്സ് പവർ കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് പവറും കുറയും അല്ലേ? വോൾട്ടേജ് പകുതിയായാൽ പവർ പകുതിയായിട്ടല്ല കുറയുന്നത്, 4 ടൈംസ് കുറയും.
അതുകൊണ്ട് എല്ലാ ഡിവൈസും വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പ്രോപ്പറായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള പവറാണ് എല്ലാ ഡിവൈസിലും മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ നോക്കിയാൽ അതിൻ്റെ സൈഡിലൊക്കെ ഒരു സ്റ്റിക്കർ പോലൊരു സാധനം കാണും. അതിൽ കൊടുക്കേണ്ട വോൾട്ടേജ് കാണും. ചിലപ്പോൾ 230 വോൾട്ട് ടു 250 വോൾട്ട് അങ്ങനെ ഒരു വോൾട്ടേജ് റേഞ്ച് കാണും. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന പവർ ഇത്ര വാട്ട്സിൻ്റെ ആണ് എന്ന് കാണും. അതുപോലെ തന്നെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എഴുതിയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം, എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കാൻ പാടില്ല. പ്രോബ്ലംസ് നന്നായിട്ട് എഴുതി പഠിച്ചാലേ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക.